MP രാജേഷ് മന്ത്രി നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ നിയമസഭയിൽ നടന്ന സംഭവം അങ്ങ് സ്പീക്കർ കസേര ഇരുന്നതാണ്. സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കാരണം അങ്ങ് സ്പീക്കറായിരുന്ന സമയത്ത് ആരാണ് പ്രതിപക്ഷ നേതാവ്? ഇത്തരം ഒരു പ്രൊവോക്കിംഗ് അല്ലെങ്കിൽ അത് പ്രൊവോക്കിംഗ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഞാൻ തെറ്റായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കരുത്. പ്രതിപക്ഷത്തിന് അങ്ങനെ അവതരിപ്പിക്കുന്നതിന് ഉദ്ദേശം കാണും. യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുന്ന ചോദ്യമല്ലേ സ്പീക്കർ ചോദിച്ചത്? എപ്പോഴാണ് നിയമസഭയിൽ മൈക്ക് കൊടുക്കുക? വെല്ലിൽ ആരെങ്കിലും ഉള്ളപ്പോൾ മൈക്ക് കൊടുക്കില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റപ്പോൾ മൈക്ക് കൊടുത്തു. സ്പീക്കർ പറഞ്ഞു എല്ലാവരും സീറ്റിലേക്ക് പോകണം. പ്രതിപക്ഷ നേതാവിനോടും പറഞ്ഞു അവരോട് സീറ്റിലേക്ക് പോകാൻ പറയണം. ഏറെക്കുറെ എല്ലാവരും പോയി. മാത്യു കുഴൽനാടൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങിയിട്ടും സീറ്റിലേക്ക് പോകാതെ അവിടെ നിന്ന് ബഹളമുണ്ടാക്കി. അല്ലേ? നിങ്ങളെല്ലാം കണ്ടതല്ലേ അത്? ആ ഘട്ടത്തിൽ മാത്യു കുഴൽനാടനോട് ചോദിച്ചതിൽ പ്രതിപക്ഷ നേതാവിന് എന്ത് പ്രകോപനം ഉണ്ടാവേണ്ടത്? യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കില്ലേ സ്പീക്കർ ചെയ്തത്? നിങ്ങളുടെ നേതാവ് സംസാരിക്കുന്നു, ആരാ പ്രതിപക്ഷ നേതാവ്? നിങ്ങളാണോ എന്ന് മാത്യു കുഴൽനാടനോടാണ് ചോദിച്ചത്. മാത്യു കുഴൽനാടൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ നേതാവായിട്ട് അഭിനയിക്കുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറയാൻ പറ്റില്ല, നീയല്ല നേതാവ് ഞാനാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുമായിരിക്കില്ല. പക്ഷേ സ്പീക്കർ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാനല്ലേ? അതല്ലേ ഉണ്ടായത് എന്ന് പറഞ്ഞനുസരിച്ച് അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. അത് പിന്നീട് വലിയ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയായി മാറി. ഇന്നിപ്പോൾ ഈ അടിയന്തര ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരി, അതാണോ പ്രശ്നം? അതാണ് പ്രശ്നമെങ്കിൽ ആ കാര്യത്തിൽ തീർപ്പാക്കി ചർച്ച നടത്താമല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യമാരാ? സ്പീക്കറാണോ അതോ സർക്കാരാണോ? സർക്കാരിനെതിരായിട്ടല്ല അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയമല്ലേ? സർക്കാരിനെ ആക്രമിക്കാൻ ഈ അടിയന്തര പ്രമേയം അവർക്ക് ഉപയോഗിക്കാമായിരുന്നില്ലേ? അപ്പോൾ അതാണ് ചോദിച്ചത്. സ്പീക്കറെ മര്യാദ പഠിപ്പിക്കാനാണോ അതോ സർക്കാരിനെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാനാണോ അവർ അടിയന്തര പ്രമേയമായിട്ട് വന്നത്? ഇന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് തന്നെയല്ലേ സർക്കാർ ആഗ്രഹിച്ചത്? കാരണം അതുകൊണ്ടാണ് സമയവും വെച്ചത്. മുഖ്യമന്ത്രിൻ്റെ അത് 12 മണിക്ക് നടത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ നീക്കമെന്ന് മനസ്സിലാക്കിയെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ ഭരണപക്ഷം ഒരു ശ്രമം നടത്തേണ്ടിയിരുന്നില്ലേ? എന്താ ഭരണപക്ഷം തെറ്റിയത്? അല്ല, ഒന്ന് കേൾക്കട്ടെ. പ്രതിപക്ഷം ആദ്യം വെല്ലിലിറങ്ങി, കുറച്ച് കഴിഞ്ഞ് അവർ കയറുന്നാണ് കരുതിയത്. കയറുന്നില്ല. സഭ ചോദ്യം ഉത്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാമല്ലോ. അല്ല, അത് കഴിഞ്ഞ് ശ്രദ്ധ ക്ഷണിക്കൽ നടക്കുകയാണ്. ശ്രദ്ധ ക്ഷണിക്കൽ ഇദ്ദേഹം അവതരിപ്പിച്ചു, PP ചിന്തരഞ്ജൻ അവതരിപ്പിച്ചു, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷം എന്തായാലും അടിയന്തര പ്രമേയ ചർച്ചയുണ്ടല്ലോ, അവർ വരും, അവർ കയറും എന്നാണ് കരുതിയത്. കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ സ്പീക്കറോട് പ്രത്യേക അനുമതി ചോദിച്ച് പറഞ്ഞു, അടിയന്തര പ്രമേയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷം നടത്തുന്നത്. എങ്ങനെയും സഭ തടസ്സപ്പെടുത്തി, അതിന് വഴങ്ങരുത്, അതിനവരെ അനുവദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് സഭാരേഖയിലുണ്ടാവും, ഇല്ലേ? അപ്പോൾ പ്രതിപക്ഷത്തിന് കാര്യം മനസ്സിലായി. ഇവർ നമ്മളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇരുത്തി ചർച്ച ചെയ്യിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. അപ്പോഴാണ് പിന്നെ അടുത്ത പ്രയോഗം, ബാനർ എടുത്ത് ഉയർത്തുന്നു. എന്നിട്ടും ഭരണപക്ഷാംഗങ്ങൾ ആരും അങ്ങോട്ട് ചെന്നിട്ടില്ല. ഭരണപക്ഷത്തുനിന്ന് ഒരാൾ വെല്ലിലിറങ്ങി നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വെല്ലിൽ ഇവർ ഈ കോലാഹലമൊക്കെ കട്ടിട്ടും ഭരണപക്ഷം അനങ്ങിയില്ല. സീറ്റിലിരുന്ന് മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒരാളും ഞങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഒരാൾ ഇതിനപ്പുറത്തേക്ക് പോരുത്. ഭരണപക്ഷത്തിൻ്റെ ചർച്ച ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത്, അതിന് ഇടയാക്കരുത് എന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ പിന്നെ സഭ പിരിക്കണമല്ലോ എങ്ങനെയെങ്കിലും. അപ്പോഴാണ് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും കൂടി സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ചു കയറിയത്, അല്ലേ? അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? നടപടിയിലേക്ക് നീങ്ങാൻ LDF ആഗ്രഹിക്കുന്നത്. LDF അങ്ങ് എന്താ ആ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അത് പിന്നീട് നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം നമ്മളതൊന്നും ആലോചിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ. മാത്യു കുഴൽനാടനൊക്കെ ഇന്നതിന് ശേഷം പുറത്തിറങ്ങി പറയുകയും ചെയ്തത് പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ചുകൊണ്ട് അത്തരം നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഏത് തെറ്റിനെയും ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് ഇവർ സർക്കാരിനെ പിടിച്ചു കുലുക്കാൻ വന്നിട്ട് അവസാനം പ്രതിപക്ഷ നേതാവ് മാത്യു കുഴൽനാടനല്ല ഞാനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കോലാഹലമൊക്കെ കാണിച്ചത്? ആണോ? മാത്യു കുഴൽനാടനെ അവിടെ പോയിരിക്കാൻ പറഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അതാണ് പ്രശ്നം. സർക്കാരിനെതിരെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് എത്രയോ കാലമായിട്ട് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആയുധവുമായിട്ട് വന്നിട്ട് ആ അവസരം ഉപയോഗിക്കാതിരിക്കാൻ ഇമാതിരി മുടന്തൻ ന്യായമൊക്കെ പറഞ്ഞ് നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുന്നതാണോ വരുന്നത്? ആളുകൾ മുഴുവൻ ഇവർ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനിരിക്കുന്ന വിഡ്ഢികളാണോ? ഇത് സഭ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് തന്നെയാണോ അങ്ങയുടെ താല്പര്യം? എന്താണ്? കാരണം ഇതിനകത്ത് ക്ലാരിറ്റി വരേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയത്തിൽ. അല്ല, അത് ആർക്കാണ് തോന്നേണ്ടത്? നിങ്ങൾ ആ ചോദിക്കുന്നതിന് എന്തർത്ഥം? നിങ്ങളൊരു നോട്ടീസ് കൊടുത്തു,
ഞാനത് ആവാം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് അർത്ഥമാണ് ആ ചോദ്യത്തിനുള്ളത്? മധു, എം പി രാജേഷ് നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പ്രതിപക്ഷം ബോധപൂർവം ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാട് കൈക്കൊണ്ട് സർക്കാർ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയൊരു നീക്കവും നാടകവുമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ കണ്ടത് എന്നാണ് മധു. ഭരണപക്ഷം ആ ആവശ്യം തന്നെ ആ പ്രതിരോധം തന്നെയായിരിക്കും ഉയർത്തി മുന്നോട്ട് പോവുക. പ്രതിപക്ഷത്തിന് അവനവന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ ചർച്ച ചെയ്താൽ പൊളിഞ്ഞു പോകും. നേരത്തെ എം പി രാജേഷ് പറഞ്ഞത് നുണക്കോട്ട പൊളിഞ്ഞുപോയി എന്നുള്ളതാണ്. ആ വാദം ഉയർത്തി തന്നെയായിരിക്കും പ്രതിപക്ഷ ആരോപണങ്ങളെ ഇനി സർക്കാർ പ്രതിരോധിക്കുക.